ഹലോ ഗൈസ്, ഫ്ലിപ്കാർട്ടിൽ നിന്ന് പേജൻറ്റ് വിളിച്ചു. ഞാൻ ഓൾറെഡി വീണക്കൊരു ഗിഫ്റ്റ് കൊടുക്കാൻ പ്ലാൻ ചെയ്തായിരുന്നു. അവൾക്ക് ഏറ്റവും ആവശ്യപ്പെട്ട ഒരു സാധനമാണ്. കാരണം 3-4 ദിവസമായിട്ട് അതിനുവേണ്ടി പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ഏറ്റവും അത്യാവശ്യമായതുകൊണ്ട് വാങ്ങിക്കാതിരിക്കാനും പറ്റില്ല. ഞാൻ എന്തായാലും ഓർഡർ ചെയ്തിട്ടുണ്ട്. 2 ദിവസം കൊണ്ട് പെട്ടെന്ന് സ്പീഡ് ഡെലിവറി ആയിരുന്നു. പറഞ്ഞാൽ പുള്ളിക്കാരി വന്നു, ഇപ്പോൾ കുളിക്കാൻ കയറിക്കോണേ. അപ്പോൾ അതിനിടയിൽ എങ്ങനെ ഇത് കൊടുക്കണം, ആദ്യം അങ്ങോട്ട് താഴെ പോയിട്ട് വാങ്ങിച്ചിട്ട് തരാം. ഫൈനലി ഗൈസ്, ഇതാണ് നമ്മുടെ ഗിഫ്റ്റ്. ഇതിന് വീണയ്ക്ക് കൊടുക്കും. അവളറിയാതെ ഞാൻ ബുക്ക് ചെയ്തതാണ്. അവളെ മുമ്പിൽ ഓപ്പൺ ചെയ്യാനാണ് ഞാൻ പ്ലാൻ ചെയ്തത്. പക്ഷേ ഫ്ലിപ്കാർട്ടുകാർ ഓൾറെഡി ഇത് ഓപ്പൺ ചെയ്തു കഴിഞ്ഞു. കാരണം അവർക്കത് ചെക്ക് എന്തൊക്കെ ചെയ്യാനുണ്ട്. കാരണം അങ്ങനെ ഒരു ഓപ്ഷനിലാണ് ഞാൻ ഡെലിവറി ചെയ്തത്. നിർബന്ധമായി ഡെലിവറി ഏജൻറ്റും ഫ്രണ്ടിൽ തന്നെ ഓപ്പൺ ചെയ്ത് ചെക്ക് ചെയ്തിട്ട് മാത്രമേ ഇത് തരുള്ളൂ. എന്തെങ്കിലും കംപ്ലയിൻസോ അല്ലെങ്കിൽ സ്ക്രാച്ചോ അങ്ങനെ എന്തൊക്കെ ഉണ്ടോ അതായത് ഒരു ഫോട്ടോ ഒക്കെ എടുത്തായിരുന്നു. എന്നാലും ഇത് വീണ കണ്ടിട്ടില്ല. അവളിപ്പോൾ കുളിക്കാനും കയറിയേക്കുവാണ്. എങ്ങനെ കൊടുക്കേണ്ടതെന്ന് എനിക്കറിയില്ല. എങ്ങനെയെങ്കിലും കൊടുക്കാം. ഇത് വീണക്കുള്ള ഗിഫ്റ്റ് ഞാൻ ഡോർ തുറക്കുകയാണ്. ഇപ്പോൾ ആൾ ഇതുവരെയായിട്ട് കുളിച്ച് കഴിഞ്ഞിട്ടില്ല തോന്നുന്നു. വീണ കുളിച്ചോ? ഓക്കെ ഓക്കെ. ഒന്നുമില്ല. മാത്രമല്ലൊന്നും വേണ്ട. ഇതാ താഴെ ഇടുവോ? ഇത് ഓൾറെഡി ഓപ്പൺ ആണല്ലോ. എമൗണ്ടാണ്. അതാ ഫ്ലിപ്കാർട്ടിലെ ഏജൻസി അവരത് ചെക്ക് ചെയ്യപ്പോൾ തുറന്നതാ. നീ ഓപ്പൺ ചെയ്യേ. പറ്റിക്കോന്നല്ല പിന്നെ. കൊള്ളാല്ലേ? അത് ഓൾറെഡി ആ ചേച്ചി ഇട്ട് തന്നു. ആ ഏജന്റ് ഇല്ലേ, പുള്ളിക്കാരി ഞാൻ ഇട്ടാ വെച്ചത്. അതിന് സാധനമൊക്കെ എടുക്കരുത്, ചാർജ് ചെയ്യും. ഇനി ഫോണില്ലാന്ന് പറയരുത്. ആ പഴയ ഫോൺ എവിടെയായിരുന്നു? ഇതല്ലേ? കാശ് കൊടുത്ത് വാങ്ങിച്ചതൊക്കെ പറ. നമ്മളൊക്കെ പിന്നെ മാനത്ത് പറയുമല്ലേ. പോയി മദർ ബോർഡ് പോയി. ഇതിന്റെ മദർ ബോർഡ്. അതെ, പാവന്റെ ഫോൺ. ഇനി ഇതിന്റെ എപ്പോഴാ പോകുന്ന മദർ ബോർഡ്? ഇല്ല, ഇത് ഞാൻ സൂക്ഷിച്ചോളാം. കൊള്ളാവോ? താങ്ക് യു. ജസ്റ്റ് ഓപ്പൺ ആവാൻ നോക്കി. ചാർജ് ചെയ്യണ്ടേ? ചാർജ് ചെയ്യാൻ ജസ്റ്റ് ഇത് ഓപ്പൺ ആവായിരിക്കും. Vivo 5G.